ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 ഇന്നലത്തെ എപ്പിസോഡിൽ ജാൻമണി എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ട്രാൻസ് സമൂഹത്തെ കളിയാക്കിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഒരാളിവിടെ പ്രയോഗിക്കുകയുണ്ടായി. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞതല്ല, അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ആരും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് അത് നോറയെ നോക്കിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നോറ ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഞാനാണോ പറഞ്ഞത്, ആരാ പറഞ്ഞതെന്ന് പറയണം, അല്ലെങ്കിൽ എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കും, ആരാ പറഞ്ഞത്. അപ്പൊ അവർക്കത് പറയാൻ താല്പര്യമില്ല. അത് കഴിഞ്ഞു, ഞാൻ സൂചിപ്പിച്ചു എന്നല്ലേ, പറഞ്ഞ വ്യക്തി മനഃപൂർവ്വം പറഞ്ഞതല്ല, അബദ്ധവശാൽ സംഭവിച്ചതാണ് സംസാരത്തിന്റെ ഇടയിൽ. ഈ പറഞ്ഞ ആള് അതന്നെയാണോ ഉദ്ദേശിച്ചത്, അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണോ പറഞ്ഞതെന്ന് പോലും അറിയില്ല. മാഷിക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതായിരിക്കാം. അപ്പൊ അത് ലൈവ് കണ്ട കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്താണ് ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് സംഭവം നടന്നതെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു മുമ്പ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് അതിൻ്റെ ഉള്ളിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം ബിഗ് ബോസ് ഇപ്പൊ തന്നെ വളരെയധികം വിവാദത്തിലാണ്. നമ്മുടെ റോക്കിയുടെയും സിജോന്റെയും പ്രശ്നം കഴിഞ്ഞ ശേഷം ഹൈക്കോടതി കയറിയ ഒരു ബിഗ് ബോസ് സീസണാണ് ഇക്കുറിയത്തേത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഓരോ എപ്പിസോഡും പുറത്തുള്ള ഒരാളെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലോ പുറത്തെ ആളുകളെ ബാധിക്കാത്ത രീതിയിലോ മുന്നോട്ട് പോകണം എന്നുള്ളത് ബിഗ് ബോസിന്റെയും കൂടി തീരുമാനമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇപ്പൊ നിലനിൽക്കുന്ന കേസിന് ബലം കൂട്ടുകയുള്ളൂ. അപ്പൊ അത് അറിയാവുന്ന കൊണ്ട് തന്നെ ലാലേട്ടൻ ശക്തമായ താക്കീത് കൊടുത്ത് ഇങ്ങനെയുള്ള സെൻസിറ്റീവ് വിഷയം, അഭിഷേകിന്റെ കാര്യം വന്നപ്പോൾ സെൻസിറ്റീവ് വിഷയം ഇനി സംസാരിക്കരുത്, അങ്ങനെ ഉണ്ടാവരുതെന്ന് പ്രത്യേകം പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ജാൻമണി അത് വലിയ വിവാദമാക്കണ്ടെന്നാൽ കാര്യം പറയേണ്ട സ്ഥലത്ത് പറഞ്ഞു പോയത്. പക്ഷെ നോറയും പിന്നെ ജാസ്മിനും എന്തെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ കയറി പിടിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു കണ്ടന്റായി പ്രയോഗിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാ പറഞ്ഞതെന്ന് അറിയണം, ഇത് പുറത്തു പോയിട്ടുണ്ടോ എന്ന് അറിയണം, ജനങ്ങൾ പുറത്ത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ സിബിന് പറഞ്ഞു മടുത്തു. ജാസ്മിനോടും പറയുന്നുണ്ട്, നോറയോടും പറയുന്നുണ്ട്, അവർക്ക് താല്പര്യമില്ല, വിട്ടേക്ക്, ആ കേസ് വിട്ടേക്ക് എന്ന് കുറെ പ്രാവശ്യം മറ്റു പലരും പറയുന്നുണ്ട്. പക്ഷെ ഇവരത് വിടാൻ തയ്യാറില്ല. അതിന്റെ പേരിൽ ഭയങ്കര വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പൊ സിബിന് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയണം. കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പവർട്ടി മെമ്പറും കൂടിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ സോഫയിൽ ഇങ്ങനെ ഇടിക്കുന്ന, അതായത് സിബിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ജാസ്മിൻ. ഓരോ വാക്കുകളൊക്കെ പറഞ്ഞ അവസാനം വേസ്റ്റ് എന്ന് വരെ പറഞ്ഞു ജാസ്മിൻ. അത് പലരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ആ ദേഷ്യമൊക്കെ ജാസ്മിനോട് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതോടെ സോഫയിൽ ഇങ്ങനെ ഇടിക്കുന്നുണ്ട് ആ ദേഷ്യമൊക്കെ. അപ്പൊ ഒരാൾ നമ്മളെ നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആർക്കായാലും ദേഷ്യം വരില്ലേ, ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ. കയ്യിന്ന് പോയൊരു സിറ്റുവേഷനിൽ ഒരു തെറി ആംഗ്യം കാണിച്ചു സിബിനെ. സ്വാഭാവികമായിട്ടും അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തതാണ്. കാരണം കുട്ടികളും ഒക്കെ കാണുന്ന ഷോ ആയതുകൊണ്ട് തന്നെ അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അവര് ബിഗ് ബോസ് അത് കാണിക്കില്ല, പ്രക്ഷേപണം ചെയ്യുമ്പോൾ കാണിക്കില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. അതിന് ശരിക്കും സത്യസന്ധമായിട്ട് തന്നെ സിബിൻ മാപ്പ് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന തെറ്റാണ് എനിക്ക് പറ്റിയതെന്ന് തിരിച്ചറിഞ്ഞിട്ട് സത്യസന്ധമായിട്ടാണ് സിബിൻ മാപ്പ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയത്. ജാസ്മിൻ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും അവസാനം ഒരു മാപ്പ് പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടിയിട്ടല്ല സിബിൻ മാപ്പ് പറഞ്ഞത്. എന്നാലും സിബിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ സിബിൻ ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞ ശേഷവും അവിടെ ഭയങ്കരമായിട്ട് സിബിനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പദപ്രയോഗങ്ങൾ പലതും നടത്തി. നമുക്കറിയാം മുൻ സീസണുകളിലൊക്കെ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ജാസ്മിനും പിന്നെ റിയാസും അങ്ങനെ ഒത്തിരി പേര് വളരെ അറയ്ക്കുന്ന രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും കേൾപ്പിക്കുക. ഇവർ പറയുന്ന തെറികൾ മ്യൂട്ട് ചെയ്തിട്ടാണ് സംപ്രേഷണം ചെയ്യുക. അത് അത്ര വലിയ തെറികളുമായിരുന്നു. പക്ഷേ ഈ സീസണിലെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അങ്ങനെ വലിയ തെറികളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് വലിയ തെറികളൊന്നും ഉപയോഗിക്കുന്നില്ല. സാധാരണ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കൂലേ, അതുപോലുള്ള ഭാഷകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗബ്രിയും ജാസ്മിനുമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള, മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പിന്നെ വാക്കുകൾ ഉപയോഗിക്കുന്ന ഇവർ രണ്ടാളുമാണ്. അതിനെയാണ് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. കാരണം അത് ക്വസ്റ്റ്യൻ ചെയ്തേ മതിയാവൂ. കാരണം കുഞ്ഞുങ്ങൾ കാണുന്ന ഷോ ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷകൾ ഇത്തരം ഭാഷകളാണ്. അതൊരു നെഗ്ലിജൻസ് അടങ്ങിയ വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അതായത് പോട, പട്ടി, ചെറ്റെ, അങ്ങനെ കുറേ വാക്കുകൾ, വളരെ എന്താണ് ഷൊട്ട, അങ്ങനെ എന്തൊക്കെയോ കുറെ വാക്കുകൾ, മണ്ടൻ. ഒരാളെയൊക്കെ എത്ര തവണ മണ്ടൻ എന്ന് വിളിക്കും നമ്മള്, മണ്ടനാണെങ്കിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുമോ. അങ്ങനെ ഒരാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള
പിന്നെ സംസാരങ്ങളാണ് ഗബ്രിയും ജാസ്മിനും പ്രൊവോക്കിംഗ് ആവാം. പക്ഷേ മുൻ സീസണുകളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അടങ്ങിയ പ്രൊവോക്കിംഗ് ആണ് ജാസ്മിനും ഗബ്രി അവിടെ വെച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ജാസ്മിൻ ഇന്നലെ സിബിൻ ആംഗ്യം കാണിച്ചു കൊണ്ട് എന്തെല്ലാം ഒരു കാട്ടിക്കൂട്ടൽ അവിടെ കാണിച്ച്, എന്നിട്ട് ആത്മാർത്ഥമായിട്ട് സിബിൻ അതിന് മാപ്പ് പറഞ്ഞതിനും കൂടി പരിഹസിച്ചു ചിരിച്ചു. പക്ഷെ ജാസ്മിൻ അവിടെ പറയുന്ന ഒരു വാക്കുകൾക്ക് പോലും ആത്മാർത്ഥമായിട്ട് ജാസ്മിനോ ഗബ്രിയോ മാപ്പ് പറയുന്നില്ല. അതൊക്കെ പറയുമ്പോൾ ഒരു പുച്ഛമാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ വേണമെങ്കിൽ കേട്ടോ എന്നുള്ളത്. അത് ക്വസ്റ്റ്യൻ ചെയ്തേ മതിയാവുള്ളൂ. കാരണം ഇവർ നിരന്തരം പറയുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങളൊക്കെ കാണുന്നതാണ്, സ്ത്രീകൾ കാണുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ എളുപ്പമുള്ള ഇത് കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ അറിയോ, ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സില്ലി വേർഡ്സ് അല്ലേ, വലിയ വലിയ തെറികളൊന്നും അല്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അത് എത്രയും അധികം മാനസികമായി വേദനിപ്പിക്കുന്നു എന്ന് ചിന്തിക്കാതെ, അതുപോലെ തന്നെ കറുത്ത മത്സ്യകന്യകൻ ഒരു പദപ്രയോഗം ജിൻഡോയ്ക്ക് നേരെ നടത്തി. അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഇതാണ്. നമ്മുടെ കളറിനെയൊക്കെ വെച്ചുകൊണ്ട് പറയുന്ന വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ്. അതൊക്കെയാണ് ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ജാസ്മിനും ഗബ്രിക്ക് അതിന് വാണിംഗ് ആവശ്യമാണ്. കുറേ കാലമായി ഇവരിത് തുടങ്ങിയിട്ട്. മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന വർത്താനം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭാഷണങ്ങളാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഇറിറ്റേറ്റിംഗ് അല്ല അവർ ചെയ്യുന്നത്. ഒരാളിനെ എത്ര താഴ്ത്തി കെട്ടാൻ പറ്റും ആ രീതിയിൽ. ഇപ്പൊ സിബിൻ തന്നെ മനസ്സിലായി ഇവരെന്താണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത് മനസ്സിലായതുകൊണ്ടാണ് സിബിൻ ഒഴിഞ്ഞു നിൽക്കുന്നത്. സിബിൻ അത് മനസ്സിലായി, ഇനി ഇവളോട് സംസാരമില്ല. അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്, കാരണം സംസാരിച്ചിട്ട് കാര്യമില്ല. അതുപോലെ നോറയുടെ ഒച്ച സഹിക്കാൻ വയ്യ. നോറ ഒരു കാര്യത്തിലൊക്കെ കടിച്ചു തൂങ്ങിയാൽ വെറുപ്പിക്കാന്ന് പറഞ്ഞാൽ ശരിയാണ്, പറയേണ്ട കാര്യങ്ങൾ പറയുന്നുമുണ്ട്. നോറ പോയിന്റുകൾ പറഞ്ഞിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്ക് ഭയങ്കര അലോസരായിട്ട് തോന്നും, ഒരു തരം അസ്വസ്ഥത. നമുക്ക് ടി വി വെക്കുമ്പോൾ ഇതിങ്ങനെ ഭയങ്കര ഒച്ച കിടന്നിങ്ങനെ അലക്കിയാണ് കിടന്നത്. അപ്പോൾ പരിസരത്തുള്ള ആൾക്കാർ എന്താ ചിന്തിക്കുക അറിയോ, ഇവിടെ എന്തോ ഭയങ്കര വഴക്ക് നടക്കുന്നത്. ഈ നോറയുടെ ഒച്ച അങ്ങനെ കലപലാന്ന് ഭയങ്കര ഒച്ചയാണ്. ഒരു വൃത്തികെട്ടൊരു ഇതാണ് ശരിക്കും നോറ ചെയ്യുന്നത്. അവിടെ കേട്ടിരിക്കുന്നവർക്ക് പോലും അസ്വസ്ഥത ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതും ഒന്ന് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇന്നലെ ജയിലിനകത്ത് ജാസ്മിനും ഗബ്രിയും കാണിച്ച ആക്ട് അത് വളരെ മോശമായി പോയി. ജയില് എന്ന് പറഞ്ഞാൽ സുഖവാസ കേന്ദ്രം അല്ല, അല്ലേ? നമുക്ക് അകത്തായാലും പുറത്തായാലും ഗെയിമിലായാലും എന്തായാലും ജയില് എന്ന് പറഞ്ഞാൽ ശിക്ഷ കൊടുത്ത് ചെയ്യുന്ന ഒരു ഇതാണ്. അതായത് ശിക്ഷ എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ശിക്ഷയുടെ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അത് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ സെപ്പറേറ്റ് ഒരു റൂം കൊടുത്തിട്ട് അവർക്ക് സുഖവാസത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥലം പോലെ ആയി പോകരുത് ജയില്. അപ്പോൾ അതിനുവേണ്ടിയാണ് ബിഗ് ബോസ് പിന്നെ ജയിലിലുള്ളവരോട് സംസാരിക്കരുത്, ജയിലിലുള്ളവരോട് പെർമിഷൻ ഇല്ലാതെ പോയിട്ട് അവിടെ പോയി നിൽക്കരുത് എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ്. പക്ഷെ അതിനെയൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് ജാസ്മിനും ഗബ്രിയും ഇന്നലെ എന്തെല്ലാമാണ് അവിടെ കാട്ടിക്കൂട്ടത്. അമ്പികൾക്കിടയിൽ കൂടി ഹഗ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ജിൻഡോ ഭക്ഷണം കൊടുക്കാൻ പോയപ്പോൾ കുഞ്ഞു നിന്ന് പ്ലേറ്റും ഇതൊക്കെ എടുക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ എടുക്കുന്നുണ്ട് വാതിൽ തുറന്ന് വെച്ചിട്ട്. ഈ കുനിഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ജിൻഡോന്റെ നടുവിൽ അപ്പുറത്തും ഇപ്പുറത്തും ജിൻഡോന്റെ നടുവിൽ നിർത്തിക്കൊണ്ട് ഇവർ ഹഗ് ചെയ്യണം. എന്നിട്ട് അതിന് കുറ്റം. ഇത് സത്യം പറഞ്ഞാൽ ജിൻഡോ കണ്ടിട്ട് പോലും ഇല്ല അവർ ഹഗ് ചെയ്യാന്നുള്ള കാര്യം കണ്ടിട്ടില്ല. പാവം കുഞ്ഞിന്ന് ഭക്ഷണമൊക്കെ എടുക്കുകയാണ് തറയുന്നത്, എടുത്തിട്ട് അത് ഉള്ളിലേക്ക് ജയിലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറ്റം ആർക്കാണ്? ജിൻഡോയ്ക്ക്. നടുവിൽ കയറി നിന്നിട്ട് ഒന്നും നടന്നില്ല അല്ലേ എന്ന്. എന്താന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെയാണ് ശരിക്കും ചോദ്യം ചെയ്യേണ്ടത്. ഇവർക്ക് ഹണിമൂൺ കോട്ടേജ് ഒന്നും അല്ലല്ലോ കൊടുത്തിരിക്കുന്നത്, ജയിൽ തന്നെയല്ലേ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ. അപ്പൊ അതൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ജയിലിൽ കിടക്കുന്ന ആളുകളോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ വാണിംഗ് കൊടുക്കായിരുന്നു. ബിഗ് ബോസ് അപ്പോൾ വിളിച്ച് വാണിംഗ് കൊടുക്കായിരുന്നു, ജയിലിലുള്ളവരോട് സംസാരിക്കരുത്, അതിന് പ്രത്യേക സമയമുണ്ടെന്നൊക്കെ പറയുന്നത്. ഇവർ കെട്ടിപ്പിടിക്കുന്നതിന് എന്തുകൊണ്ടാണ് വാണിംഗ് കൊടുക്കാത്തത്? ജയിൽ തുറന്ന് വാതിൽ തുറന്നിട്ട് ഇത് അങ്ങോട്ട് വെക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കെട്ടിപ്പിടുത്തം. അപ്പോൾ ഗബ്രി ചെയ്ത വലിയ തെറ്റല്ലേ, അതിനൊക്കെയാണ് വാണിംഗ് കൊടുക്കേണ്ടത്. എന്നിട്ട് കുറ്റം ജിൻഡോയ്ക്ക്. എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്ക്. വളരെ മോശം പറഞ്ഞാൽ വളരെ അയ്യ കളിയാക്കിക്കൊണ്ടുവന്ന് ഒത്തിരി പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരിക്കും അവൾക്ക് ഭക്ഷണം ആയിരുന്നില്ല ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യാവസ്ഥയാണ്. അത് കണ്ട ആർക്കും തോന്നും ആ കുട്ടിക്ക് ബിഗ് ബോസ് കൊടുത്ത ഭക്ഷണം ആയിരുന്നില്ല ആവശ്യം, അവളുടെ ആവശ്യം വേറെ ആയിരുന്നു എന്നുള്ളത് മറ്റുള്ളവർ പറയുന്നതിൽ തെറ്റില്ല എന്നാണ് അന്നലെ ആ സീൻ കണ്ടാൽ മനസ്സിലാവുക. അത് കഴിഞ്ഞ് അത് പറഞ്ഞ ജിൻഡോയ്ക്ക് എന്താ നീ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞതിന്റെ പേരിൽ അപ്പുറത്ത് കമ്പിഴി കൂടി കെട്ടിപ്പിടിക്കുന്നത് കണ്ടില്ലേ എന്തെല്ലാം. അതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലാം മാങ്ങിയാണ് രണ്ടാളും കൂടി പരസ്പരം കാണിക്കുന്നതും കാട്ടിക്കൂട്ടുന്നൊക്കെ. എന്നിട്ട് പറയണേ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഇപ്പോൾ നോറയോട് എൻ്റെ ഉള്ളിൽ കണ്ടത് എന്താ പറയണേ, ഞങ്ങളുടെ ബന്ധത്തിനൊരു ക്ലാരിറ്റി ഞങ്ങൾക്ക് തന്നെ ഇല്ലാന്ന്. അതെന്താ? ഒരാൾക്കൊരു റിലേഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ബന്ധത്തിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ അതൊന്നുമല്ല, കുറേ വെളുപ്പിക്കാനായിട്ട് കുറേ വർത്താനങ്ങൾ പറയാ, ജനങ്ങൾ തെറ്റിദ്ധരിക്കട്ടെ എന്ന് വിചാരിച്ച് വർത്താനം പറയാം. എന്നിട്ട് അവനവന്റെ ഇഷ്ടപ്രകാരം ജയിലായാലും പുറത്തായാലും ഒക്കെ, എന്നിട്ട് ആ ജയിലിനുള്ളിൽ കിടന്നിട്ട് ആ ജിൻഡോനെ പറയാനൊരു മര്യാദകളില്ല. എന്തെല്ലാം ഒരു ഭാഷയാണ് ജാസ്മിൻ എന്നിട്ട് ജിൻഡോയ്ക്ക് നേരെ ഉപയോഗിച്ചത്.
അപ്പോൾ അതൊക്കെ ജാസ്മിനും ഗബ്രിക്കും ആവാം. മറ്റുള്ളവരെ വായിന്ന് അബദ്ധത്തിലൊരു വാക്ക് വീണ് അവർ ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞാലും അതിന് ക്ഷമിക്കാനോ സഹിക്കാനോ ജാസ്മിൻ തയ്യാറല്ല. അപ്പൊ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം. ജാസ്മിൻ ഒരാൾ കാരണമല്ല ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോകണം. ജാസ്മിൻ ഇല്ലെങ്കിലും ഈ സീസണിൽ അത്യാവശ്യം നന്നായി ഗെയിം കളിക്കുന്ന മറ്റാൾക്കാരൊക്കെ ഉണ്ട്. ഇവരവിടെ ഓരോന്ന് ചെയ്യുമ്പോഴും ഇവർക്ക് വാണിംഗ് കൊടുക്കാതെ മറ്റുള്ളവരെ ചീത്ത വിളിക്കുകയും മറ്റുള്ളവർക്ക് വാണിംഗ് കൊടുക്കുകയും ഇവരെ പാമ്പർ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി കാണുമ്പോൾ പുറത്തുള്ള ആളുകൾ വിചാരിക്കുകയാണ് ഇവർ സ്ക്രിപ്റ്റഡ് ആണ്, എഡിറ്റഡ് ആണ് എന്നൊക്കെ. അപ്പൊ അത് തിരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ജാസ്മിനെ അല്ലെങ്കിൽ ഗബ്രിനെ തക്കതായ വാണിംഗ് കൊടുത്ത് ശിക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവരെ മാക്സിമം പിന്നെ നോമിനേഷനിൽ വരുത്തുക ഉള്ള ഉദ്ദേശത്തിലാണ് സിബിൻ കളിക്കുന്നത്. അതാണ് ഇവർക്ക് രണ്ടാൾക്കും ഇവർ സേഫായി നിൽക്കുകയാണ്. അപ്പൊ പ്രേക്ഷകർക്ക് ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഔട്ടായി പോകുമെന്ന പേടി രണ്ടുപേർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സേഫായി നിൽക്കുക എന്നുള്ള ഗെയിമാണ് ഇപ്പോൾ അവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് സിബിനാണ്. അതാണ് സിബിനോട് ഇത്രയും ദേഷ്യം. എന്ത് തന്നെയായാലും ശരി, ഇത്രയും സീസണിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പെൺകുട്ടീനെ വേറെ അതിനുള്ളിൽ കണ്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാല് പല ടൈപ്പിൽ ഗെയിം കളിക്കുന്ന ആളുകളെ കണ്ട് കഴിഞ്ഞ കുറിയത്തെ ജാസ്മിൻ മൂസയൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നോക്കുമ്പോൾ ജാസ്മിൻ മൂസയൊക്കെ തങ്കപ്പെട്ട കുട്ടിയാണെന്ന് പറയേണ്ടത്. വേഷത്തിലോ നടപ്പിലോ എടുപ്പിലോ ഒന്നും അല്ല കാര്യം അല്ലെ. ജാസ്മിനെ കണ്ട ഒരു നാടൻ പെൺകുട്ടി അങ്ങനെയല്ലേ നമുക്ക് തോന്നുക. പക്ഷേ കയ്യിലിപ്പോ എത്ര മോശമാണ്. പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ കാട്ടിക്കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ടല്ലേ നമ്മൾ ആളുകളെ വിലയിരുത്തുക. അങ്ങനെ നോക്കുമ്പോൾ ഈ ജാസ്മിനാണ് പക്കാ മോശം എന്ന് പറഞ്ഞാൽ മോശം എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ആ പയ്യനെ പോലും ദിനം പ്രതി അപമാനിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്നലെ നോറയോട് സംസാരിക്കുമ്പോഴും ആ പയ്യനെ താഴ്ത്തി കെട്ടിയിട്ട് ഞങ്ങളെ കല്യാണ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ല, ബിഗ് ബോസ് കഴിഞ്ഞ് വന്നിട്ട് വേണമെങ്കിൽ നോക്കാന്നാ പറഞ്ഞത്. പക്ഷെ ജാസ്മിന്റെ വാപ്പ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നിശ്ചയം കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്. പക്ഷെ എന്തെല്ലാം ഒരു കള്ളത്തിലാണ് ആ പയ്യനെ വെച്ച് വരെ പറയുന്നത് അവിടെ നിരന്നു പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പ്രേക്ഷകർ തിരിച്ചറിയുന്നുണ്ട്. അതിന് തക്കതായ ഒരു വാണിങ് എന്തായാലും ലാലേട്ടൻ കൊടുക്കണം.